Hello guys, welcome to Hyderabad vlog part 2. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് NTR ഗാർഡൻസ് ഹൈദരാബാദ് ആണ്. അപ്പോൾ ഇതാണ് സ്ഥലത്തിന്റെ മെയിൻ എൻട്രി. അപ്പോൾ നമ്മൾ ഇനി അകത്തോട്ട് കയറാൻ പോവാണ്. അകത്തോട്ട് കയറിയിട്ട് ഇവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്യും. പിന്നെ ഇവിടുന്ന് അടുത്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. വീഡിയോ എടുത്തത് കുക്കിയാണ്. കുക്കി ഇവളുടെ ശരിക്കുള്ള പേര് ലിയാന എന്നാണ് ഇവളുടെ ശരിക്കുള്ള പേര്. നമ്മൾ കുക്കു എന്ന് വിളിക്കും. ഇവളുടെ പേര് ലെന എന്നാണ് ശരിക്കുള്ള പേര്. നമ്മൾ ചിക്കു എന്ന് വിളിക്കും. പിന്നെ ഇത് അമ്മ. അപ്പ ഓൾറെഡി അകത്ത് കയറി. ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പൊ ഇതാണ് NTR ഗാർഡൻസിന്റെ എൻട്രി. ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് ഫീസ് ഒക്കെ ഉണ്ട്. അഡൽസിന് 20 rupees, കൊച്ചു പിള്ളേർക്ക് 10 രൂപ. അങ്ങനെയാണ് എൻട്രി. ടിക്കറ്റ് കാണിച്ച് ഇങ്ങനെയാണ് ടിക്കറ്റിന്റെ കാര്യങ്ങൾ. Living life every day, late at night, not okay. All I want and I pray, all I need are some better days. ഗൈസ്, ഇപ്പം നടക്കുന്ന ഫുൾ ഇനി ഫോട്ടോഗ്രാഫി കയറിയിരിക്കും. അടുത്തോട്ട് കയറിയില്ല. അതിന് മുമ്പേ അതെ ഫോട്ടോ പരിപാടിയായിരുന്നു. നിൽക്കാൻ പറ്റാത്ത വെയിലും. 2001 ഡിസംബർ 15-നാണ് NTR ഗാർഡൻസിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതും ഏകദേശം 40 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ഈ സ്ഥലം പണിതിരിക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് 2002-ലാണ്. അപ്പോൾ ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി NT രാമറാവുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 36 ഏക്കറിലുള്ള ഈ സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഊബർ വിളിച്ച് പോകാനാണ് നോക്കിയത്. പക്ഷേങ്കിൽ ഇവിടുത്തെ ഓട്ടോക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ പുറകിൽ നിന്ന് മാറത്തില്ല. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത സാധനം പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് ഈ പുള്ളി വിളിച്ച് നമ്മളെ ഓട്ടോയിലും കയറ്റിയതാണ്. ഇത് ഈ കാണുന്നത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ്. അതായത് തെലങ്കാന സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് മുമ്പ് നമ്മൾ നിന്നപ്പോൾ NTR ഗാർഡൻസ് നിന്നപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലും ഗാർഡൻസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓരോ സൈഡുകളും കാണാൻ പറ്റും. ഇതങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്ഥലം, അതായത് ലംബിം പാർക്ക് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോയി NTR ഗാർഡൻസ് ആയിരുന്നു. നേരെ ലംബിം പാർക്കിലേക്കാണ് നമ്മളൊരു ഓട്ടോ എടുത്താണ് ഇവിടെ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ പ്ലാനിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്ലാൻ അമ്മ കുത്തി കയറ്റി. നമുക്കൊരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നേരെ കയറണം. ഇവിടെ വന്ന് വെറുതെ സമയം കളയുന്നുണ്ട് 3 പേരും കൂടെ. അങ്ങനെ അമ്മയുടെ അനാവശ്യമായ ഇടയ്ക്കുള്ള പ്ലാൻ കാരണം നമ്മുടെ കുറച്ച് സമയം അവിടെ പോയി. എന്തെങ്കിലും വാങ്ങിച്ചോ അതുമില്ല, വെറുതെ സമയം കളഞ്ഞു. നമ്മളിനി നേരെ നമ്മുടെ ലുംബിനി പാർക്കിലേക്കാണ് പോകുന്നത്. മുമ്പ് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഉച്ച സമയമാണ്. അത്യാവശ്യം വെയിലുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ കേരളത്തിൽ അത്രയും ചൂട് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫുള്ള് കൊച്ചു പിള്ളേരുടെ സംഭവം കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്, അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് സമയം ഇവിടെ നിന്നൊന്ന് ചുറ്റി അടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് പാർക്ക്, നോർമൽ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ കാണുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പാർക്കിൽ പോയപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടാണ് ഈ വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സ്പീഡ് ബോട്ടേ കയറാൻ പോവാണ്. അപ്പയ്ക്ക് പേടിയുണ്ട്, അപ്പ വന്നില്ല. അതുകൊണ്ട് ഞാനും കുക്കു ചിക്കും അമ്മയും കൂടെ പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ നേരെ സ്പീഡ് ബോട്ടേ കയറി റൗണ്ട് അടിച്ച് വരാൻ പോവാണ്. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്, അപ്പയ്ക്ക് പേടിയുണ്ട്, അപ്പോൾ വന്നില്ല. ഇതാണ് ബോട്ട്.
जैकेट पहनने के लाइन में आ जाइए। അവർ ജാക്കറ്റ് ഇട്ട് വരാനാണ് പറയുന്നത്. സേഫ്റ്റി ഫസ്റ്റ് ഗൈസ്, സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ടൈം സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് നല്ല അമ്മേ അമ്മയ്ക്ക് പേടിയുണ്ട്, അപ്പയ്ക്ക് പേടിയുണ്ട്. അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. നമ്മളിപ്പോഴത്തേക്ക് കയറാൻ പോവാണ്. ചിക്കു ഞാൻ ഫ്രണ്ട് ഇരിക്കാവേ. कैमरा बंद करो, आपका सेफ्टी डेवलप है. എങ്ങനെ ഉണ്ടായിരുന്നു സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ്? First time in speedboat. ഈ എന്തോ അലയായിരുന്നു എല്ലാം കണ്ടിരുന്നു. അതെ, അപ്പം അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. കുക്കിയാണ് ഗൈസ്, എൻ്റെ ക്യാമറ അസിസ്റ്റൻറ്റ്. ഇത് അവളെല്ലാം പിടിച്ചോണ്ട് നടക്കണം. കുക്കിയാണ് ഗൈസ് എൻ്റെ അസിസ്റ്റൻറ്റ്. ഇല്ല, ലേസർ ഷോ രാത്രിയില്ല, 7:15 8:20. നമ്മൾ നേരത്തെ ഇതുവഴി പോയിരുന്നെങ്കിലും ഈ ബിൽഡിംഗ് എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. അതായത് തെലുങ്കാന എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സ്റ്റേറ്റിന് വേണ്ടി പ്രശ്നങ്ങൾ നടന്ന സമയത്ത് കുറേ സ്റ്റുഡൻസും ആൾക്കാരും ഇവിടെ മരിക്കുകയുണ്ടായി. അതായത് ഓൾമോസ്റ്റ് 369 സ്റ്റുഡൻസോളം അവിടെ മരിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ജൂൺ 2-ാം തീയതി അതിൻ്റെ ഓർമ്മയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലം, അടുത്ത ഡെസ്റ്റിനേഷനായ ബിർള മന്ദിർ എത്തിയേക്കാണ്. ഇവിടെ നമ്മൾ പോയ സ്ഥലങ്ങളും പോകാൻ പോകുന്ന സ്ഥലങ്ങളും എല്ലാം ഒരു 1-2 കിലോമീറ്റർ റേഡിയസുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഊബർ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടം. അവർ ഭയങ്കര ചാർജാണ് വാങ്ങിക്കുന്നത്. സോ നമ്മൾ ഓട്ടോയ്ക്ക് ആണെങ്കിൽ അവർ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ ഓട്ടോ എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലമായ ബിർള മന്ദിരേക്ക് വന്നേക്കാണ്. നമുക്കിവിടെ അകത്ത് ക്യാമറ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, എന്നാലും നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഇപ്പോ ബിർള മന്ദിർ കണ്ടു കഴിഞ്ഞു. അതൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അകത്ത് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും വീഡിയോ ഒന്നും അവർ അലോഡ് ആയിരുന്നില്ല. അതുകൊണ്ട് പറ്റുന്നൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് മൊത്തം ലൈക്ക് സെക്രട്ടേറിയറ്റ് നമ്മൾ പോയ സ്ഥലങ്ങൾ മൊത്തം കാണാൻ പറ്റും. അത്രയ്ക്ക് രസമായിരുന്നു തന്നെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ. പക്ഷെ നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അത് മിസ്സായിപ്പോയി. എന്തായാലും നല്ല രസമായിരുന്നു അകത്ത്. അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷനായ ബിർള മ്യൂസിയം ബിർള പ്ലാനറ്റോറിയത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ കുറേ അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളകത്ത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറും. നമ്മുടെ പ്ലാനറ്റോറിയം ഷോ 5 മണിക്കാണ്. മ്യൂസിയം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞാണ് പ്ലാനറ്റോറിയം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ലെവലെന്ന് പറയുന്നത് സയൻസ് എക്സിബിഷൻ്റെ ഒരു ഏരിയയിലേക്കാണ്. അതായത് കൂടുതൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് മിക്കവാറും സ്കൂൾ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട ടൂർസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ ലെവലിലോട്ട് മെയിനായിട്ട് വരുന്നത്.
അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ പകുതി കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ബാക്കി കാണാനുള്ള സമയമില്ല. നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്കും പ്ലാനറ്റേറിയത്തിൽ ഇംഗ്ലീഷ് ഷോ തുടങ്ങും. അപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു, കുറച്ച് കയറ്റം ഉണ്ടായിരുന്നു. അവരെല്ലാം പുറകെ എല്ലാവരും ആ കയറ്റം കയറിയപ്പോഴത്തേക്കും ക്ഷീണിച്ചു. നമ്മൾ പ്ലാനറ്റേറിയത്തിനകത്തോട്ട് കയറാണ്. Myths and ore for a cycle mapped out. Settled by a view of the cosmos, ancient Greeks with their rigorous intellect and spectacular northern. ഹൈദരാബാദ് പ്ലാനറ്റോറിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര പോരാ, മോശമാണ്. ട്രിവാൻഡ്രം പ്ലാനറ്റോറിയത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതാണ് കാണേണ്ടത്. ട്രിവാൻഡ്രം നിങ്ങളിപ്പോൾ കാണുവാണെങ്കിൽ ട്രിവാൻഡ്രം പ്ലാനറ്റോറിയം നമ്മൾ കാണാം. ഇതാണ് നമ്മുടെ പ്ലാനറ്റേറിയം പരിപാടിയെല്ലാം കഴിഞ്ഞു. അത്ര പോരായിരുന്നു. ചിക്കു അപ്പായും കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഞാനും കുക്കിയും അമ്മയും കൂടെ ഇരുന്ന് കണ്ടു. പക്ഷേ 40 മിനിറ്റ്സ് പരിപാടിയായിരുന്നു. ട്രിവാൻഡ്രത്തെ പ്ലാനറ്റേറിയം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഇതും നല്ല ഡിഫറൻസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ അടിപൊളി. ഇവിടുത്തെ വലിയ അത്ര ഗുണമൊന്നുമില്ല. നമ്മുടെ അവിടുത്തെ ട്രിവാൻഡ്രത്ത് തന്നെ അടിപൊളിയാണ്. ഇനിയും തിരിച്ച് നമ്മുടെ മ്യൂസിയത്തിലേക്ക് വന്നേക്കാണ്. ഇവിടെ കുറച്ചുകൂടെ കവർ ചെയ്യാനുണ്ട്. ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് ഇനിയും പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് പുരാണങ്ങളിലെ ഒരു ഡെപ്പിക്ഷനാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഇതാണ് ദ സിറ്റി ഓഫ് ദ്വാരക. അതായത് ഹിന്ദു മിത്തോളജി പ്രകാരം ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന സ്ഥലം. ഓൾമോസ്റ്റ് 5000 to 9000 ഇയേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥലം ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അറേബ്യൻ സീ ഈ സ്ഥലം വെള്ളത്തിൻ്റെ അടിയിലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1ഉം ചന്ദ്രയാൻ 2ഉം മൂണിൽ ലാൻഡ് ചെയ്തേക്കുന്ന സ്പോട്ടുകൾ ഒരു മോഡലായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ കാണുന്നത് ഈ സംഭവമാണ്. ഫോസിലിൻ്റെ ഏരിയ ആണ്. അതായത് ഈ കാണുന്ന മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ബോൺസാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓരോരോ പാർട്ടായിട്ട് ചില സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ മോഡൽ വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അതാണിത് ഈ കാണുന്നതെല്ലാം. പക്ഷെ നമുക്കതിൽ നിന്ന് തൊടാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. കാരണം ഇത് നമ്മളെന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മിക്കവാറും താഴെ വീഴും. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി പോലൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാണുന്നതാണ് ഫോസിലിൻ്റെ ഏരിയ. അങ്ങനെ മ്യൂസിയം കണ്ടിറങ്ങി. നമ്മളിപ്പോ കാണാൻ കയറിയ ലെവൽ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലായിരുന്നു. 18th century 16th centuryയിലൊക്കെ യൂസ് ചെയ്തിരുന്ന വെപ്പൺസും, വാറിനൊക്കെ യൂസ് ചെയ്തിരുന്ന വെപ്പൺസും, അതുപോലെ തന്നെ ആ കാലത്തെ രാജാക്കന്മാരൊക്കെ ഇട്ടിരുന്ന അവരുടെ വസ്ത്രങ്ങളും കല്ലും പവിഴം മുത്തും സംഭവങ്ങളൊക്കെ അതൊക്കെ കാണാൻ തന്നെ എന്തൊരു നല്ല ഭംഗി. അതൊക്കെ കാണുന്നു. നമ്മളെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തന്നെ ഫോണും കാര്യങ്ങളും ക്യാമറ ഒന്നും അലോഡല്ല. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് എഴുതിയിരുന്ന സംസ്കൃതത്തിലുള്ള ഓരോ കുറിപ്പടികളും ഓരോ മരുന്നുകളുടെ അതും ഇതൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഒന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോകാനെ. എന്തായാലും നല്ല അടിപൊളി സംഭവമായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു സംഭവമാണ്. എൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നെക്ലസ് റോഡിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി നോക്കിയതാണ്. Beware of pickpocketers. സൂക്ഷിച്ചോ. $500 പൊട്ടിയില്ലേ? 500 വെറുതെ പൊട്ടി. ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഡിസംബർ സമയത്ത് വിന്റർ സീസണിൽ അവർ കൊണ്ടുവന്ന് സെറ്റിട്ടുണ്ട്. ഇതൊന്നും ഐസല്ല. ഇതൊക്കെ ഇത് വെറും തെർമോക്കോളാണ്. ചുമ്മാ പറ്റിക്കാൻ വെച്ചേക്കുക. തെർമോക്കോളും
മറ്റേ പദവിയിലൊക്കെയാ വെറുതെ ഉട്ടായിപ്പുകാരം. 500 രൂപ പോയില്ലല്ലോ. പോയെന്നാ നീ എന്തിനാ പറയുന്നത്? ഇത്രയും കണ്ടില്ലേ? വെറുതെ കേസ് 500 രൂപ എല്ലാം പോയി. ഇത് നന്നായി ബുദ്ധി നമ്മുടെ കുത്തിപ്പൊട്ടി. നമ്മളിപ്പം നമ്മുടെ മറ്റേ മേളയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഫുള്ള് സ്ട്രീറ്റ് ഫുഡിന്റെ സംഭവങ്ങളാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഹൈദരാബാദി സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിക്കൻ 65 ഓർഡർ ചെയ്ത. നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി കൂടെ കഴിച്ചോട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ലൈറ്റ് ഷോ, ലേസർ ഷോ, വെള്ളം വെച്ചിട്ട് വാട്ടർ വെച്ചിട്ടുള്ള പരിപാടി കാണുന്നു. നമ്മൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു. എല്ലാം ഒരു 1-2 കിലോമീറ്ററിൻ്റെ അകത്ത് വയ്ക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടെ എല്ലാം കറങ്ങി ചുറ്റി അടിച്ച് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കണ്ടു. ഇനി നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനിയും നമുക്ക് 2 ദിവസം കൂടെ ബാക്കിയുണ്ട്. നാളെ നമ്മൾ പോകുന്നത് റാമോജി ഫിലിം സിറ്റിയിലായിരിക്കും. അത് ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് ഫിലിം സിറ്റി ആണ്. അപ്പൊ നമ്മൾ നാളെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. ഒരു ഫുൾ ഡേ അല്ല, ഓൾമോസ്റ്റ് ഒരു 1.5 2 ദിവസം വേണം അത് കണ്ടു തീർക്കാം. അപ്പൊ നമ്മൾ നാളെ ഫുൾ ഡേ അവിടെ നിൽക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അവിടെ ചുറ്റിയടിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.